വിജ്ഞാന വൗതിനിസഭ വക ചെറായി സഹോദരൻ മെമ്മോറിയൽ ഹൈസ്കൂളിന് വേണ്ടിയുള്ള കായിക പരിശീലന ഗ്രൗണ്ട് സ്കൂളിന് സമീപം ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിലെ മേൽശാന്തി രാമചന്ദ്രൻ ശാന്തി ഭൂമി പൂജ ചെയ്തു. വിജ്ഞാന വൗതിനിസഭയുടെ സെക്രട്ടറി ഷെല്ലി സുകുമാരൻ, സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് നിതിൻ, സഭാ ട്രഷറർ റെജി ഓടാശ്ശേരി, മാനേജർമാരായ കെ എസ് ആണ്ടവൻ, കെ പി അച്ചയൻ, ഒ എസ് അഭിലാഷ്, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ ബാബുരാജ്, കായിക അധ്യാപകൻ ശ്രീ പ്രദീപ്, മറ്റ് അധ്യാപകർ, ജീവനക്കാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെട്ടു. കൂടാതെ കായിക പരിശീലനത്തിന് ക്രിക്കറ്റ് പിച്ച് നിർമ്മാണോദ്ഘാടനം സഭാ സെക്രട്ടറി ശ്രീ ഷെല്ലി സുകുമാരൻ നിർവഹിച്ചു. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സർക്കാർ അനുകൂലമായ ഒരു നിലവാരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നിലവാരത്തോടൊപ്പം തന്നെ ഉദിച്ചു വരാൻ വേണ്ടി തന്നെ നമ്മളുടെ SMH സ്കൂളിൻ്റെ കുഞ്ഞുങ്ങളുടെ കായിക പരിശീലനത്തിന് വേണ്ടി ഇതിനോടൊരു വേദി ഒരുക്കി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഇത് ചെയ്യുകയാണ്. ഈ ആരംഭം കുറിപ്പിക്കുന്ന ഈ വേളയിൽ നമ്മളോട് സഹകരിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് സ്കൂളിലെ ഹെഡ് മാഷ്, അതേപോലെ PT സാർ പ്രദീപ് മാഷ്, PTA പ്രസിഡന്റ് അരുൺ സാറ്, അതേപോലെ രീഷ്മ സിസ്റ്റർ, കുഞ്ഞു സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്ന ഹുസ്ന ടീച്ചർ, അതേപോലെ ഞങ്ങളുടെ സഭാ കമ്മിറ്റി മെമ്പർമാർ, എല്ലാവർക്കും വിജ്ഞാനവർദ്ധിന സഭയുടെ പേരിൽ ഞാൻ അഗണിതമായി നന്ദി രേഖപ്പെടുത്തും. നമ്മൾ തീരുമാനിച്ചതിൽ നിന്നും യാതൊരു മാറ്റവുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ളൊരു ഗ്രൗണ്ട് നമുക്ക് ഒരുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് നമ്മളോട് നിന്ന എല്ലാ PTA, മാനേജ്മെൻറ്റ്, ടീച്ചേഴ്സ് എല്ലാവർക്കും അധികമായിട്ടുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. ആരംഭിക്കണം. അപ്പോൾ എല്ലാവരുടെയും ഇനിയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണമെന്നും കുട്ടികളുടെ കായികമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് വളരെയധികം ഉപകരിക്കുമെന്ന് മാത്രം ഞാൻ പറഞ്ഞു. ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നല്ല രീതിയിലുള്ളൊരു വികസനം, അതിൻ്റെ തുടക്കമെന്നതാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിസ്ഥലം ഒരുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്ഥലം കണ്ടെത്തുകയും സ്കൂളിനോട് ചേർന്ന് തന്നെ സ്ഥലം കണ്ടെത്തുകയും അതിന് വേണ്ട പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് നെറ്റ്സ്, വോളിബോൾ, ബാഡ്മിൻ്റൺ, അങ്ങനെ കുറച്ച് ഒരു ഏകദേശം 5ഓളം ഗെയിംസിന് കോച്ചിങ് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കോച്ചുമാരെല്ലാം നിയമിച്ചു കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന ഷെഡ്യൂളിൽ തന്നെയാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നമ്മുടെ സഭാ സെക്രട്ടറി ശ്രീ ഷെല്ലി സുകുമാരൻ ഇവിടെ നിർവഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും ഇതുവരെ തന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും നമുക്ക് ഒരുപാട് വർക്കുകൾ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി എന്താ പറയുക, സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും വേണം. നല്ല രീതിയിൽ നമ്മൾ നല്ല കോച്ചിങ് കൊടുത്ത് കുട്ടികളുടെ കായികപരമായിട്ടുള്ള വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരത്തെ സഹോദരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കായികപരമായിട്ട് ഏറെ മുൻപന്തിയിലായിരുന്നു. ഇനിയും അതിലേറെ ഉയർച്ചകളിലേക്ക് പോകാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കായികപരമായ ഒരു പുതിയ സംരംഭമാണ് വിജ്ഞാനവർദ്ധിനി സഭ ഈ SMH സ്കൂളിലേക്ക് നമ്മൾക്ക് കായികമായിട്ട് നടക്കുന്നവർക്ക് ഈ കുട്ടികൾക്ക് ശരിക്കും അവരുടെ കായികമായ അധ്വാനം കൊണ്ട് അവർക്ക് അറിവും വിജ്ഞാനവും എല്ലാം അവർക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. വെറുതെ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് പഠിക്കുക മാത്രമല്ല, അവർ ഓടിയും ചാടിയും കളിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും അവരുടെ ബ്രെയിനിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും ഒട്ടനവധിയാണ്. അതിൻ്റെ മുന്നോടിയായാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈസ്കൂളിന് ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ചിരകാല സ്വപ്നമായിരുന്നു. അപ്പോൾ ഈ അധ്യയന വർഷത്തിൽ പുതിയ മാനേജ്മെൻറ്റ് ചാർജ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തന്നതിന് മാനേജ്മെൻറ്റിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും വളരെയധികം സന്തോഷത്തിലാണ്. പറഞ്ഞവർ തന്നെ സ്കൂളിലെ കുട്ടികൾക്ക് ഇത് അറിവോടുകൂടി തന്നെ വളരെ സന്തോഷത്തിലാണ് നല്ലൊരു ഗ്രൗണ്ട് ഒരുക്കുന്നതിൽ. പിന്നെ ഇപ്പോൾ ആദ്യ പടിയെന്നോണം ക്രിക്കറ്റ് പിച്ചും
വോളിബോൾ കോർട്ടും അതുപോലെ തന്നെ സെബത്താക്രോ ഗെയിം, ഈ 3 ഗെയിമുകൾ പ്രാക്ടീസ് ചെയ്യിക്കാനാണ് ഇപ്പോൾ അഭിലാഷിൻ്റെയൊക്കെ തീരുമാനം വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് മേൽനോട്ടം വഹിക്കുന്നത് അതായത് വളരെയധികം നമ്മുടെ സ്കൂളിന് പ്രയോജനപ്പെടുന്നു എന്ന കായിക അധ്യാപനം എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അവരോട് സംസാരിക്കാൻ സ്കൂളിന് വേണ്ടിയിട്ട് സഭ എടുത്തേക്കുന്ന ഈ ഒരു തീരുമാനം, അതായത് അവർക്ക് വേണ്ടിയുള്ള ഒരു ഗ്രൗണ്ട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കാരമാവുകയാണ്. ഇത്രയും നാളെന്ന് വെച്ചാൽ അത്ലറ്റിക് വിഭാഗങ്ങളിലാണ് കൂടുതലും മികവ് പുലർത്തിയിരുന്നത്. ഗെയിംസ് ഇനങ്ങൾ നമ്മൾ അധികം ഇത് ചെയ്യില്ലായിരുന്നു, കാരണം നമ്മളുടെ കുറച്ച് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം ഇന്ന് അതിനൊരു തുടക്കം കുറിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ ഇനിയും കൂടുതൽ കുട്ടികൾക്ക് ഇതിൽ പങ്കെടുത്ത് മികവ് പുലർത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഗ്രൗണ്ട് നമുക്ക് നൽകിയ ഇതിൻ്റെ ഓണർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല രീതിയിൽ കുട്ടികൾക്ക് അവരുടെ കഴിവ് പുലർത്താൻ വേണ്ടി ഗ്രൗണ്ട് ഇത്ര നാളുമായിട്ട് ആരും ശ്രമിച്ചില്ല. പക്ഷേ ഈ മാനേജ്മെൻറ്റ് ശ്രമിച്ചതിലൂടെ അവർക്കൊരു ഗ്രൗണ്ട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് മാനേജ്മെൻറ്റിന് നന്ദി അറിയിക്കുന്നു. നമ്മളുടെ സ്കൂളിന് ഒരു നല്ല ഗ്രൗണ്ട് കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ LPക്കും UPക്കും ഹൈസ്കൂളിലെയും കുട്ടികൾക്ക് ഇനി വളരെ നന്നായിട്ട് കളിക്കാൻ സാധിക്കുമെന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സ്പോർട്സിനാണെങ്കിൽ വളരെയധികം സമ്മാനങ്ങൾ ഇനി നമുക്ക് നേടാനായിട്ട് സാധിക്കും. നമസ്കാരം. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പുതിയ സംരംഭമായിട്ട് കുട്ടികൾക്ക് ഒരു കളിസ്ഥലം, എല്ലാ സ്കൂളുകാരുടെയും ഒരു സ്വപ്നം തന്നെയായിരുന്നു കുട്ടികൾക്ക് വേണ്ടി കളിസ്ഥലം. അപ്പോൾ അതിപ്പോൾ നമുക്ക് പ്രാവർത്തികമാക്കി തരികയാണ് മാനേജ്മെൻറ്റ്. വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതൊരു സന്തോഷകരമായ ദിനം തന്നെയാണ്. നമ്മുടെ സ്കൂളിലെ ഒരു ഗ്രൗണ്ടില്ലായ്മ എന്നുള്ളൊരു പോരായ്മയായിരുന്നു. മിടുക്കലായ ഒരുപാട് കുട്ടികൾ നമ്മളുടെ സ്കൂളിലുണ്ട്, പക്ഷേ അവർക്ക് അതിനുള്ളൊരു സംവിധാനം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ മാനേജ്മെൻറ്റ് ഇവിടെ ഒരു ഗ്രൗണ്ട് ഒരുക്കണമെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. നമ്മളുടെ ഒരുപാട് കുട്ടികൾക്ക് അതൊരു പ്രചോദനമാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന എല്ലാ മാനേജ്മെൻറ്റിലെ എല്ലാവർക്കും എൻ്റെ 1000 നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പിള്ളേർക്ക് ഇവിടെ ഒരു കളി ഗ്രൗണ്ട് വേണമെന്നാണ് എല്ലാവർക്കും പറയുമ്പോൾ കളി ഗ്രൗണ്ടിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭരണസമിതി കയറിയപ്പോൾ നമുക്കൊരു കളി ഗ്രൗണ്ട് എത്രമേ ശരിയാക്കണം, അത് നമ്മൾ ശരിയായിക്കൊണ്ടിരിക്കുന്നു. ഈ പറമ്പ് ഇനി നമുക്കൊരു അനുമതി തന്ന ആ പുള്ളിക്കാരനും ഇതിനുവേണ്ടി മുൻപന്തിൽ നിന്ന് ഗോപിച്ചേട്ടനും നമുക്ക് വളരെ നന്ദിയുണ്ട്. ഉറപ്പാണ്. നമ്മുടെ സ്കൂളിൻ്റെ അതായത് BV സഭ വക ഹൈസ്കൂളിൻ്റെ ഒരു പ്രധാന ആഗ്രഹമാണ് ഒരുപാട് കാലത്തെ ഒരു നല്ല ഗ്രൗണ്ട് കുട്ടികൾക്ക് വേണം. അത് കൂടെ നമുക്ക് ഇന്ന് സാഫല്യമായി. അതുവഴി അങ്ങനെ ഒരു ഗ്രൗണ്ടില്ലെന്നും പറഞ്ഞൊരു കുട്ടി ഇനി ഇവിടെ ചേരാണ്ട് പോകരുത്, നമ്മുടെ സ്കൂളിലേക്ക് വരണം. അതിനുവേണ്ടി നമ്മളൊന്ന് ഭൂമി പൂജയൊക്കെ നടത്തി, ഗുരുഗണപതി ഭൂമി പൂജയൊക്കെ നടത്തി ഇവിടെ കളിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഒരു ആപത്തും ഉണ്ടാകരുത്, അവർ ഏറ്റവും പ്രസക്തരായി തീരണം, പേരെടുത്തവരായണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇവിടെ ഒരു പൂജ കഴിച്ചത്.
Ha ha ha.